ഞാനേ ഇന്ന് രാവിലെ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കുമ്പോൾ ഈ പൊന്നാങ്കണ്ണി ചീര ഇങ്ങനെ കുറേ ഉണ്ടായി നിൽക്കണു. നല്ല പോലെ ഇങ്ങനെ ഇനി പറിച്ചില്ലെങ്കിൽ അതൊക്കെ ആകെ കേടായി പോവും, ചെടിയടക്കം കേടായി പോവും. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് പൊന്നാങ്കണ്ണി ചീര വെക്കാമെന്ന്. ഞാൻ പോയിട്ട് കലമൊക്കെ എടുത്തിട്ട് വരാം, കത്തി കലം അങ്ങനത്തെ സാധനമൊക്കെ എടുത്തിട്ട് വരാം കേട്ടോ. ഈ പൊന്നാങ്കണ്ണി ചീരയുടെ ചെടി ഉണ്ടല്ലോ, അതൊരു കുഞ്ഞൊരു പീസ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്, ഒരു കഷ്ണം കൊണ്ടുവന്നത്. അത് നട്ടിട്ട് പെട്ടെന്ന് ഉണ്ടാവും. ഇവിടുത്തെ കാലാവസ്ഥയിൽ പൊന്നാങ്കണ്ണി നന്നായി ഉണ്ടാവും തോന്നുന്നു. കാരണം ഇതിന് വലിയ മെയിൻ്റനൻസ് ഒന്നും വേണ്ട, വെള്ളം മാത്രം ഇടയ്ക്ക് ഒഴിച്ച് കൊടുത്താൽ മതി, അപ്പോൾ നന്നായിട്ടുണ്ടാവും. പൊന്നാങ്കണ്ണി ചീര നാട്ടിലൊരു സമയത്ത് ഭയങ്കര ഡിമാൻഡല്ലായിരുന്നു അതിന്. നമ്മൾക്ക് മേടിച്ചപ്പോൾ ഒരു കുഞ്ഞ് പീസിന് തന്നെ 50 രൂപയ്ക്ക് ഉണ്ടായിരുന്നു, ഒരു ചെറിയൊരു തണ്ടിന്. പക്ഷെ ഒരു തണ്ടുണ്ടായാൽ മതി, ഇഷ്ടം പോലെ ഉണ്ടാവും. ഇവിടെ തന്നെ കണ്ടില്ല, ഒരു ബക്കറ്റ് നിറച്ചുകൊണ്ട്. പിന്നെ വേറെ കുറേ ഉണ്ടായിരുന്നു. കുറേയൊക്കെ ഞാൻ പറിച്ച് കളഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ അത്രയും ഉണ്ടാവും. നാട്ടിലെ പോലെ അല്ലല്ലോ, നമുക്കിവിടെ അധികം സ്ഥലമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കുറേയൊക്കെ പറിച്ച് കളഞ്ഞതാണ്. ഇത് പിന്നെ തോരൻ ഉണ്ടാക്കാൻ എളുപ്പമാണ്, നന്നാക്കി എടുക്കാനുള്ളൊരു പാടുള്ളൂ. സാധാരണ ചീരയേക്കാളും ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ. ഇത് നമുക്ക് പരിപ്പിട്ട് വയ്ക്കാം, ഒറ്റയ്ക്ക് വയ്ക്കാം, തോരനായിട്ട് വയ്ക്കാം, പിന്നെ ചാറുകറി, പരിപ്പിട്ട് ചാറുകറി, തേങ്ങ അരച്ച് അങ്ങനെയൊക്കെയും വയ്ക്കാൻ പറ്റും. ഞാൻ ഇന്നത് തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് രാവിലെ തന്നെ പറിച്ചില്ലെങ്കിൽ ഇവിടെ ഭയങ്കര വെയിലാവും, പുറത്ത് നമ്മൾ കരിഞ്ഞ് പോണ വെയിലാവും. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ പോയിട്ട് ഇതൊക്കെ പറിച്ചുകൊണ്ട് വന്ന് ഇതിന് കുറച്ച് നേരം വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അതിലത്തെ പൊടി ചെളിയൊക്കെ ഉണ്ടെങ്കിൽ പോകണം, കുറേ നേരം വെള്ളത്തിലിടും. അപ്പോൾ അതിൽ വല്ല ചെടികളിലേക്കും പോവുമല്ലോ. എന്നിട്ട് ഞാനിത് തോരനാക്കും. തോരൻ എല്ലാവർക്കും അറിയണം, കാരണം ഞാൻ അതിൻ്റെ വീഡിയോ ഇടണില്ല. പിന്നെ ഞാൻ ബാക്കിയുള്ള ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചു.